أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس. صدق الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടെ നമ്മൾ തുടങ്ങിവെച്ച ഹദീസ് പഠന ക്ലാസ് ഇന്ന് 45-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അനേകമായിരം ഹദീസുകളിലേക്കുള്ള ഒരു കാൽവെപ്പായി, അനേകമായിരം ഹദീസുകൾ പഠിക്കാനുള്ള അനേകമായിരം ഹദീസുകൾ പഠിക്കുവാനുള്ള ആഗ്രഹങ്ങളുടെ മേൽ ഇതൊരു തുടക്കമാക്കിക്കൊണ്ട് നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുകയും അനേകമായിരം ഹദീസുകൾ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം 200 ചില്ലാനം ബാബുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞുപോയ എല്ലാ ഹദീസുകളും നമ്മൾ കേൾക്കുകയുണ്ടായി. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദീനീ പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വേഷവിധാനങ്ങളിലൂടെ ഒക്കെ നമ്മളത് പ്രകടമാക്കുകയും മറ്റുള്ളവരിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ തനതായ രീതി എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെ വേണ്ട രീതിയിൽ അറിയാനും
അതിനെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റമദാൻ വ്രതത്തിലെ മഹത്വവും അനുബന്ധ കാര്യങ്ങളുമാണ്. അല്ലാഹു പറഞ്ഞു, ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പക്ഷേ ഇതിൽ ഖബ്ലിക്കും വരെയുള്ളൂ. സത്യവിശ്വാസികളെ, പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷങ്ങൾ സൂക്ഷിച്ച് ഭക്തരാകാൻ വേണ്ടി സത്യാസത്യങ്ങൾ വേർതിരിക്കുന്നതും സന്മാർഗദർശനത്തിനുള്ള വ്യക്തമായ തെളിവും മാർഗദർശനവുമായ ഖുർആൻ അവതരിച്ചത് റമദാൻ മാസത്തിലത്രേ. നിങ്ങൾ ആരെങ്കിലും പ്രസ്തുത മാസത്തിൽ ഹാജരുണ്ടെങ്കിൽ വ്രതമനുഷ്ഠിക്കണം. രോഗിയായോ യാത്രക്കാരനോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം നോമ്പനുഷ്ഠിക്കണം. അൽ-ബഖറ 183 മുതൽ 187 വരെ 187 ആയത്ത് വരെ. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم شهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر. ഇത് സംബന്ധമായ ഹദീസുകൾ പലതും നമ്മൾ മുൻ അധ്യായങ്ങളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. 1215 ഹദീസായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പ്രഖ്യാപിച്ചു, മനുഷ്യരുടെ വ്രതമല്ലാത്ത സകല കർമ്മങ്ങളും അവർക്ക് തന്നെയുള്ളതാണ്, വ്രതമാകട്ടെ എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. വ്രതം തടുക്കാനുള്ള ഒരു പരിചയമാണ്. അതുകൊണ്ട് നിങ്ങൾ വ്രതാനുഷ്ഠാന ദിനത്തിൽ തെറ്റ് പ്രവർത്തിക്കാതിരിക്കുകയും ബഹളമുണ്ടാക്കാതിരിക്കുകയും വേണം. ആരെങ്കിലും നിങ്ങളെ പുലഭ്യം പറയുകയോ അഥവാ ചീത്ത പറയുകയോ നിങ്ങളുമായി വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്ന പക്ഷം ഞാൻ വ്രതമനുഷ്ഠിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ തന്നെ സത്യം. വ്രതാനുഷ്ഠാനിയുടെ വായയുടെ ഗന്ധം അള്ളാഹുവിങ്കിൽ കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ്. വ്രതമനുഷ്ഠിക്കുന്നവൻ ആഹ്ലാദിക്കാൻ 2 അവസരമുണ്ട്. ഒന്ന് നോമ്പ് മുറിക്കുമ്പോൾ, മറ്റൊന്ന് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. നോമ്പ് കാരണമായി അവനപ്പോൾ സന്തുഷ്ടനാകുന്നതാണ്. ബുഖാരി 488 94 മുസ്ലിം 163 1115 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല 2 നേട്ടങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോമ്പ് എനിക്കുള്ളതാണ്. മറ്റുള്ള ഇബാദത്തുകളൊക്കെ ഒരു പക്ഷേ പലരും കാണുമായിരിക്കും. പക്ഷേ നോമ്പ് അത് അല്ലാഹുവും തൻ്റെ അടിമയും മാത്രമുള്ള ഒരു കരാറാണ്. അല്ലാഹുവിനും തൻ്റെ അടിമക്ക് മാത്രമേ, നോമ്പനുഷ്ഠിക്കുന്നവനും അല്ലാഹുവിനും മാത്രമേ അതിനെ സംബന്ധിച്ച് അറിവുണ്ടാവുകയുള്ളൂ. മറ്റൊരാൾക്ക് പോലും അവൻ നോമ്പുകാരനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം മനുഷ്യരുടെ ഇടയിൽ നോമ്പുകാരനായി നടക്കുകയും മനുഷ്യന്മാരില്ലാത്ത സ്ഥലത്ത് വെച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ അവൻ നോമ്പുകാരനല്ല. അതേ സ്ഥാനത്ത് മനുഷ്യരുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അല്ലാഹുവും അവനും മാത്രമുള്ളപ്പോഴുമൊക്കെ നോമ്പനുഷ്ഠിച്ചു കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു നോമ്പുകാരനാണ് എന്നതിൻ്റെ ആ ഒരു സത്യാവസ്ഥ അല്ലാഹുവിനും അവനിക്കും മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറയുന്നത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നതും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പുകാരനെ വളരെയേറെ മഹത്വവൽക്കരിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക. ബുഖാരിയുടെ മറ്റൊരു നിവേദനത്തിൽ, ആഹാരപാനീയങ്ങളും ആശകളും എനിക്ക് വേണ്ടി ത്യജിച്ച് ഉപവസിച്ചവന് 2 സന്തോഷമുണ്ട് എന്നാണ്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും മറ്റൊന്ന് തൻ്റെ റബ്ബിനെ അഭിമുഖീകരിക്കുമ്പോഴും. ഉപവാസം എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. ഒരു സുഹൃത്തത്തിന് 10 ഇരട്ടിയാണ് പ്രതിഫലം.
മുസ്ലിമിന്റെ നിവേദനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ സർവ്വ പ്രവർത്തനങ്ങൾക്കും വർദ്ധിത പ്രതിഫലം നൽകും. ഒരു സുഹൃത്തത്തിന് 10 മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം. എന്നാൽ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അവന്റെ വികാരവും ഭക്ഷണവും എനിക്ക് വേണ്ടിയാണ് അവൻ ത്യജിക്കുന്നത്. നോമ്പുകാരന് 2 ആനന്ദമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും മറ്റൊന്ന് റബ്ബിനെ കാണുമ്പോഴും. നോമ്പുകാരന്റെ വാഴയുടെ ഗന്ധം അള്ളാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ സൗരഭ്യമുള്ളതായിരിക്കും. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ജോഡി വസ്തുക്കൾ ചെലവഴിച്ചവരെ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് വിളിക്കും. അവരോട് പറയപ്പെടും, അല്ലാഹുവിന്റെ ഇഷ്ടദാസ, ഇതാണ് ഉത്തമവാതിൽ. നിസ്കരിച്ചവരെ നിസ്കാരവാതിലിൽ നിന്നും, ധർമ്മയുദ്ധം ചെയ്തവരെ ജിഹാദിന്റെ വാതിലിൽ നിന്നും, വ്രതാനുഷ്ഠാനികളെ റയ്യാൻ എന്ന വാതിലിൽ നിന്നും, ദാനധർമ്മം ചെയ്തവരെ ബാബു സദഖയിൽ നിന്നും ഇപ്രകാരം വിളിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ മാതാപിതാക്കളെ അങ്ങേക്ക് സമർപ്പണം. താങ്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ സന്നദ്ധമാണെന്ന് സാരം. അഥവാ ഈ മാതാപിതാക്കളെ സമർപ്പണമെന്ന് പറഞ്ഞാൽ അറബിയിലുള്ളൊരു വാക്കാണത്. താങ്കൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് നമ്മൾ പറയുമല്ലോ. എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറയുമല്ലോ എന്ന പോലെ ഒരു വാക്ക്. എൻ്റെ മാതാപിതാക്കളെ അങ്ങേക്ക് സമർപ്പണം. ഈ വാതിലുകളിലൊന്നിൽ നിന്ന് വിളിക്കപ്പെട്ടവർക്ക് അതിൽ പ്രവേശിക്കാൻ പ്രയാസമില്ല. എന്നാൽ പല കവാടങ്ങളിൽ നിന്നും വിലക്കപ്പെടുന്നവരുണ്ടാവുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, താങ്കൾ അതിൽ ഉൾപ്പെടാൻ ഞാൻ ആശിക്കുന്നു. ബുഖാരി 496 മുസ്ലിം 1027 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹൽ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം സ്വർഗത്തിന് റയ്യാൻ എന്നൊരു വാതിലുണ്ട്. വ്രതമനുഷ്ഠിച്ചവർ അന്ത്യദിനത്തിൽ അതിലൂടെയാണ് പ്രവേശിക്കുക. മറ്റൊരാൾക്കും അതിലൂടെ പ്രവേശനമില്ല. അവിടെ നിന്ന് നോമ്പുകാരെവിടെ എന്ന് വിളിച്ചു ചോദിച്ചു കൊണ്ടിരിക്കും. നോമ്പനുഷ്ഠിച്ചവർ അപ്പോൾ എഴുന്നേറ്റ് അതിലൂടെ പ്രവേശിക്കും. മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല. നോമ്പുകാരെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അടയ്ക്കപ്പെടും. പിന്നീട് ഒരാൾക്കും അതുവഴി പ്രവേശിക്കാനാവില്ല. ബുഖാരി 495 മുസ്ലിം 1152 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചവർ ആ നോമ്പ് കാരണം നരകത്തിൽ നിന്ന് 70 കൊല്ലക്കാലത്ത് വഴിദൂരം അകറ്റപ്പെടുന്നതാണ്. ബുഖാരി 635 മുസ്ലിം 1153 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസദാർഢ്യത്തോടെയും പ്രതിഫല മോഹത്തോടെയും റമദാൻ മാസം ഉപവാസം അനുഷ്ഠിക്കുന്നവരുടെ ഗതകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരി 4221 മുസ്ലിം 760 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ സമാഗതമായാൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും, നരകവാതിലുകൾ അടക്കപ്പെടുകയും പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യും. പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും. ബുഖാരി 497 മുസ്ലിം 1079 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റമദാൻ മാസപ്പിറവി കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുക. മേഘം കാരണം പിറവി കാണാതെ പോയാൽ ശഅബാൻ 30 ദിവസമായി പരിഗണിക്കുക. ബുഖാരി 406 മുസ്ലിം 1081 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം നിവേദനത്തിൽ മേഘം കാരണം ശവ്വാൽ മാസപ്പിറവി കാണാതെ പോയാൽ 30 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നാണ്. സർവകാര്യങ്ങൾക്കും പ്രതിഫലം നൽകുന്നത് അല്ലാഹുവാണ് എന്ന് നമുക്കറിയാം. ചില കാര്യങ്ങൾക്കുള്ള പ്രതിഫലം എത്ര എന്ന് അറിയിച്ചു കൊടുത്തിട്ടുമുണ്ട്. വ്രതത്തിന്റെ കാര്യം അങ്ങനെ അറിയിച്ചിട്ടില്ല. ഐഹിക ലോകത്ത് മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടാനുള്ളതിനും വാക്കാലോ പ്രവർത്തിയാലോ മറ്റുള്ളവരെ വിഷമിപ്പിച്ചതിനും പകരമായി മനുഷ്യൻ ചെയ്ത സുഹൃതങ്ങൾ പരലോകത്ത് വെച്ച് വീതിച്ചു നൽകപ്പെടും. എന്നാൽ നോമ്പിന്റെ പ്രതിഫലം ഇങ്ങനെ വീതിച്ചു നൽകപ്പെടില്ല. ലോകമാന്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത ഒരു കർമ്മമാണ് നോമ്പ്. ശാരീരികവും ആത്മീയവുമായി നേട്ടം കൈവരിക്കാൻ സഹായകവുമാണത്. അതുകൊണ്ടാണ് അല്ലാഹു അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നതെന്ന് പ്രത്യേകം പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. സ്വർഗത്തിന് ധാരാളം വാതിലുകളുണ്ട്. നമ്മൾ കേട്ടല്ലോ, നോമ്പുകാർക്ക് റയ്യാൻ കവാടത്തിലൂടെയാണ് പ്രവേശനം.
70 വർഷം സഞ്ചരിച്ചാലെത്തുന്നത്ര അകലമാണ് ആ കവാടത്തിൻ്റെ വീതി. നരകത്തിനുമുണ്ട് കവാടങ്ങൾ. ഇവയൊക്കെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ്. ഉപവാസമാകുന്ന ചങ്ങല കൊണ്ട് പിശാചുക്കളെ ബന്ധിപ്പിക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. വിശ്വാസദാർഢ്യത്തിനനുസരിച്ചാണ് ചങ്ങലയുടെ ബലം കുറഞ്ഞ ചങ്ങല പിശാച് എളുപ്പം പൊട്ടിക്കുന്നതാണ്. സദ്വ്രതരായ വ്രതമനുഷ്ഠിക്കുന്നവരുടെ അടുക്കൽ പിശാചിന്റെ കുതന്ത്രങ്ങൾ വില പോവില്ല. ദുഷ്കൃത്യങ്ങളിൽ നിന്ന് പിൻവാങ്ങാതെ നോമ്പനുഷ്ഠിച്ചാൽ ബാധ്യത വീടുമെങ്കിലും പ്രതിഫലമുണ്ടാവുകയുമില്ല. മാസപ്പിറവി നഗ്നേത്രം കൊണ്ട് കാണുകയോ ഷഅബാൻ 30 തികയുകയോ ചെയ്തെങ്കിലേ നോമ്പനുഷ്ഠിക്കേണ്ടതുള്ളൂ. കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് മാസം കാണാൻ ശ്രമിക്കുകയോ കണക്ക് കൂട്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഉദയാസ്തമയ വ്യത്യാസമില്ലാത്ത സ്ഥലങ്ങളിൽ എവിടെ കണ്ടാലും ആ പ്രദേശക്കാർക്ക് ആ കാഴ്ച ബാധകമാണ്. ഉദയാസ്തമയ സമയത്തിൽ വ്യത്യാസമുള്ള പ്രദേശക്കാർക്ക് ബാധകമില്ല. മാസപ്പിറവി കണ്ടതായ ഖാദി സ്ഥിരീകരണം അതിൽ നല്ലവനായ ഒരാൾ സാക്ഷി നിൽക്കണം. റമദാൻ അല്ലാത്ത മാസം കണ്ടതിന് 2 ആൾ സാക്ഷി നിൽക്കണം. ഇതൊക്കെയാണ് ഇസ്ലാമിക നിയമങ്ങൾ. നോമ്പുമായി ബന്ധപ്പെട്ടുള്ളത് സഹോദരങ്ങളെ ചിന്തിക്കുക. അധ്യായം 218 റമദാനിൽ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. മനുഷ്യരിൽ അത്യുദാരശീലനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുന്ന് ഏറ്റവും ഉദാരമായിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമുമായി കൂടിക്കാഴ്ച നടത്താറുള്ള റമദാനിലായിരുന്നു. റമദാനിന്റെ എല്ലാ രാത്രിയിലും അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയും ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഘട്ടങ്ങളിൽ അവിടുന്ന് അടിച്ചു വീശുന്ന മാരുതനേക്കാൾ അത്യുദാരനായിരുന്നു. ബുഖാരി 499 മുസ്ലിം 2307 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം. റമദാനിൽ അവസാനത്തെ 10 ആരംഭിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ആരാധനയിൽ സജീവമാകുകയും കുടുംബിനെ ഉണർത്തുകയും ഉടുതുണി മുറുക്കിയെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ബുഖാരി 4233 234 മുസ്ലിം 1177 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. റമദാനിൽ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് ഇബാദത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുമായിരുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മളൊക്കെ റമദാൻ 10 റമദാനിൻ്റെ അവസാന 10 എത്തുമ്പോഴേക്ക് നമ്മുടെയൊക്കെ നാടുകളിൽ എന്താണ് സംഭവിക്കാറ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. റമദാൻ 1 നല്ല ആളായിരിക്കും, 2 1 കുറച്ച് കുറയും, 3 വീണ്ടും കുറയും, 4 പിന്നെ കുറയും. ആദ്യത്തെ 10 ആള് 2ാമത്തെ 10 ഉണ്ടാകില്ല, 2ാമത്തെ 10 ആള് 3ാമത്തെ 10 ഇങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ 3ാമത്തെ 10 കച്ചകെട്ടി ഇറങ്ങുമായിരുന്നെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ പറയുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഈ ഹദീസിലൂടെ നമ്മെ അറിയിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ റമദാൻ മാസം അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ കച്ചകെട്ടി ഇബാദത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങി ഉടുതുണിയൊക്കെ മുറുക്കിയെടുത്തിട്ട് ഇബാദത്തിന് വേണ്ടിയിട്ട് സജീവമാകുമായിരുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മളൊക്കെ അവസാനത്തെ 10 എങ്ങോട്ടാണ് പോകാറ്? ഷോപ്പിങ്ങിനല്ലേ? സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കരസ്ഥമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. റമദാനിന്റെ അവസാനത്തെ 10 കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇബാദത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്. സഹോദരങ്ങളെ ചിന്തിക്കുക. അധ്യായം 219 റമദാന് തൊട്ടു മുമ്പുള്ള നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അപ്പോൾ അല്ലാഹുവിന്റെ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ ആഗമനത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കരുത്. എന്നാൽ നോമ്പ് പതിവാക്കിയവർക്ക് ഈ ദിവസവും അനുഷ്ഠിക്കണം. ബുഖാരി 409 മുസ്ലിം 1082 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. റമദാനിന്റെ തൊട്ടു മുമ്പ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കരുത്. മാസപ്പിറവി നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ വ്രതാനുഷ്ഠാനം നിർത്തുകയും ചെയ്യുക.
കാർമേഘം കാരണം മാസപ്പിറവി കാണാനായില്ലെങ്കിൽ ആ മാസം 30 പരിഗണിക്കുക. തിരുമതി 688 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാൻ മാസത്തിന്റെ 2ാം പകുതിയിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കരുത്. തിരുമതി 738 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹു നിവേദനം, സന്ദേഹ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവര് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എതിര് പ്രവർത്തിച്ചവനാണ്. അബൂ ദാവൂദ് 2334 തിരുമതി 686 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 220 മാസപ്പിറവി ദർശനമായാൽ തൽഹാ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസപ്പിറവി കണ്ടാൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അല്ലാഹുവേ, സർവഭീതിയിൽ നിന്നും നിർഭയത്തോടെയും ദൃഢവിശ്വാസത്തോടെയും രക്ഷയോടെയും ഈ അമ്പിളിയെ ഞങ്ങൾക്ക് ഉദിപ്പിക്കണമേ. അമ്പിളി എന്റെയും നിന്റെയും നാഥൻ അല്ലാഹുവാണ്. ഇത് നന്മയുടെയും സന്മാർഗത്തിന്റെയും മാസമായി ഭവിക്കട്ടെ. തിരുമതി 3447 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ അറബിയിലുള്ള ദുആ എന്താണ്? അല്ലാഹുമ്മ അഹില്ലനി അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലും റുഷ്ദ് വ ഖൈർ എന്ന പ്രാർത്ഥനയാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസപ്പിറവി ദൃശ്യമായ പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുമ്മ അഹില്ലനി അലൈനാ ബിൽ അംനി വൽ ഈമാൻ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലുർ റുഷ്ദ് വ ഖൈർ. സഹോദരങ്ങളെ, ചിന്തിക്കുക. അധ്യായം 221 അത്താഴ മഹാത്മ്യം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കണം, നിശ്ചയം അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ബുഖാരി 4120 മുസ്ലിം 1095 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത്താഴം കഴിച്ച ശേഷം സുബ്ഹ് നിസ്കാരത്തിന് എഴുന്നേറ്റു. അത് രണ്ടിനുമിടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 50 ആയത്ത് ഓതാൻ ആവശ്യമായ എത്ര സമയമുണ്ടായിരുന്നു. ബുഖാരി 418 119 മുസ്ലിം 1097 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 ബാങ്കുകാരുണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുമായിരുന്നു അത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രിയിലാണ് ബാങ്ക് വിളിക്കുക. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വിളിക്കുന്നത് വരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. ഈ 2 ബാങ്കുകൾക്കിടയിലുള്ള സമയം ഒരാൾ ഉറങ്ങുകയും മറ്റൊരാൾ കയറുകയും ചെയ്യുന്നത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിവേദികർ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി 4117 മുസ്ലിം 38,1092 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെയും വേദക്കാരുടെയും ജൂത ക്രിസ്ത്യാനികളെ ഒക്കെ ആയ ആളുകളായവരുടെ നോമ്പുകൾ തമ്മിലുള്ള വ്യത്യാസം നാം അത്താഴം കഴിക്കുന്നുവെന്നുള്ളതാണ്. മുസ്ലിം 1096 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2 ബാങ്കിന്റെ ആദ്യത്തേത്, മുമ്പ് പറഞ്ഞ 2 ബാങ്കിന്റെ ആദ്യത്തേത് തഹജ്ജുദിനുള്ളതും രണ്ടാമത്തേത് സുബ്ഹിക്കുള്ളതുമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമേ സുബ്ഹിക്ക് മുമ്പ് അത്താഴം കഴിക്കുന്ന സമ്പ്രദായമുള്ളൂ. അത്താഴം കഴിക്കുന്നുവെന്ന വിചാരത്തോടെ രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണം. ഇത് രാത്രിയുടെ അവസാന യാമത്തിലാക്കാൻ അത്യുത്തമമാണ്. കാരണം കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാതിരിക്കാൻ ഇത് സഹായകമാകും. സുബ്ഹി ജമാഅത്തായും ഖളാ ആകാതെയും നിസ്കരിക്കാനും വിശിഷ്ടമായ സമയം ദുആയിലും ദിക്റിലും ഫിഖറിലുമായി ചെലവഴിക്കാനും അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് വഴി സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത്താഴം കഴിച്ച് നോമ്പനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അധ്യായം 222 നോമ്പ് തുറക്കാൻ താമസിപ്പിക്കരുത്. സഹൽ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമയമായാൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലമത്രയും ജനങ്ങൾ ക്ഷാമത്തിലായിരിക്കും. ബുഖാരി 4173 മുസ്ലിം 1098 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
അബൂ അത്തിയ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാനും മസ്റൂഖ് റളിയല്ലാഹു അൻഹും ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിച്ചു. മസ്റൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളിൽ ഒട്ടും പിന്നിലല്ലാത്ത 2 സഹാബികളിൽ ഒരാൾ നോമ്പിന്റെയും മഗ്രിബ് നിസ്കാരവും ധൃതിയിൽ ചെയ്തു തീർക്കുന്നു. ഒരാൾ നോമ്പ് തുറയും മഗ്രിബ് നിസ്കാരവും ധൃതിയിൽ ചെയ്തു തീർക്കുന്നു. മറ്റേയാൾ രണ്ടും വൈകിയാണ് ചെയ്യുന്നത്. ഇതിലേതാണ് ഉത്തമം? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ധൃതിയിൽ നോമ്പ് തുറക്കുകയും മഗ്രിബ് നിസ്കരിക്കുകയും ചെയ്യുന്നതാരാണ്? അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്ന് മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് ചെയ്തിരുന്നത്. മുസ്ലിം 1099 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ സമയമായാൽ ധൃതിയിൽ നോമ്പ് തുറക്കുന്നവരാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തിർമിദി 700 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ അഥവാ കിഴക്ക് നിന്ന് രാത്രി വരികയും ഇവിടെ പടിഞ്ഞാറ് നിന്ന് പകൽ വന്നിട്ട് പോവുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നോമ്പുകാരന് നോമ്പ് തുറക്കാം. ബുഖാരി 471 മുസ്ലിം 1100 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞു, താങ്കൾ വാഹനത്തിൽ നിന്നിറങ്ങി എനിക്ക് നോമ്പ് തുറക്കാൻ സബീഖ് കലക്കി തരിക. അല്ലാഹുവിൻ്റെ റസൂലേ, അല്പം കൂടി കഴിയട്ടെ എന്നയാൾ പറഞ്ഞെങ്കിലും താങ്കൾ വാഹനത്തിൽ നിന്നിറങ്ങി എനിക്ക് സഖീവ് കലക്കി തരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ പകൽ കുറച്ചുകൂടി സമയമുണ്ടല്ലോ എന്ന് അഭിപ്രായപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, താങ്കൾ വാഹനത്തിൽ നിന്നിറങ്ങി എനിക്ക് സഖീവ് കലക്കി തരിക. അപ്പോൾ അയാൾ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പാനീയം തയ്യാറാക്കി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ച് കേക്കോട് ചൂണ്ടിപ്പറഞ്ഞു, ഇവിടെ നിന്ന് രാത്രി ആരംഭിച്ചാൽ നോമ്പുകാരന് നോമ്പ് തുറക്കാം. ബുഖാരി 472 മുസ്ലിം 1101 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാനും ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ കാരക്ക കൊണ്ട് തുറക്കും. കാരക്കയുമില്ലെങ്കിൽ ഏതാനും കോരൽ വെള്ളം കൊണ്ടായിരുന്നു നോമ്പ് തുറക്കാറ്. അബൂ ദാവൂദ് 2356 തിർമിദി 694 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളിപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്ക് ചൂണ്ടിയിട്ട് ഇവിടെ നിന്നും രാത്രി ആരംഭിച്ചാൽ നോമ്പുകാരന് നോമ്പ് തുറക്കാമെന്ന ഹദീസ് കാണുകയുണ്ടായി. സഹോദരങ്ങളെ, അഥവാ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ ഉടനെ പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ രാത്രി കടന്നു വരികയോ പകൽ പൂർണ്ണമായി മായുകയോ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കിഴക്ക് ഭാഗങ്ങളിലാകുമ്പോൾ ഏകദേശം ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് ഇവിടെ നിന്നും രാത്രി ആരംഭിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരന് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നോമ്പുകാരൻ നോമ്പ് തുറക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. നോമ്പുകാരന് നോമ്പ് തുറക്കാനുള്ള സമയം അത് സൂര്യൻ അസ്തമിച്ച ഉടനെ തന്നെയാണ്. മഗ്രിബിന്റെ സമയമാണ്. അത് ബാങ്ക് വിളി കേട്ടാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുകയും നോമ്പ് തുറന്ന ശേഷം മഗ്രിബ് നമസ്കരിക്കാൻ നിൽക്കുകയും ചെയ്യുക. അതാണ് നാം ചെയ്യേണ്ടത്. കാരക്ക കൊണ്ടോ അതല്ലെങ്കിൽ വെള്ളം കൊണ്ടോ, ആദ്യം നമുക്ക് ലഭിക്കുന്നത് കാരക്കയാകണം. ഒന്നാമതായി നമ്മൾ മുൻകൈ എടുക്കേണ്ടത് കാരക്ക കൊണ്ടാണ്. കാരക്ക തിന്ന ശേഷം മാത്രമാണ് വെള്ളം കുടിക്കേണ്ടത്. അല്ലെങ്കിൽ കാരക്ക കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് വെള്ളത്തെ നമ്മൾ മുന്തിക്കാൻ പാടുള്ളൂ നോമ്പ് തുറക്കാൻ. കാരക്ക കൊണ്ടോ വെള്ളം കൊണ്ടോ ആണ് നോമ്പ് തുറക്കേണ്ടത്. സഹോദരങ്ങളെ ചിന്തിക്കുക.
223 നോമ്പുകാരൻ അവയവങ്ങളെ സൂക്ഷിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ ചീത്ത പറയുകയോ ബഹളം വെക്കുകയോ ചെയ്യരുത്. ആരെങ്കിലും നിങ്ങളെ ചീത്ത പറയുകയോ നിങ്ങളുമായി ശണ്ഠ കൂടുകയോ ചെയ്താൽ നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് നിങ്ങൾ പറയുക. ബുഖാരി 488 89 101 മുസ്ലിം 1151 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ചീത്ത വാക്കുകളും അതനുസരിച്ചുള്ള പ്രവർത്തനം ഉപേക്ഷിക്കാത്തവന് ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. ബുഖാരി 499 100 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അധ്യായം 224 വ്രതാനുഷ്ഠാന പ്രശ്നങ്ങളിൽ ചിലത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെന്ന കാര്യം മറന്ന് എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ നോമ്പ് പൂർത്തീകരിക്കുക. അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും അല്ലാഹുവാണ്. ബുഖാരി 435 മുസ്ലിം 1155 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലഖീത്ത് റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എനിക്ക് ഉളവിനെ കുറിച്ച് പറഞ്ഞു തന്നാലും എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ വിരലുകളുടെ ഇടകറ്റി കഴുകുകയും നോമ്പുകാരനല്ലെങ്കിൽ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി ചീറ്റുകയും ചെയ്യുക. അബൂ ദാവൂദ് 142 2366 തിർമിദി 788 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ഭാര്യയുമായി ബന്ധപ്പെട്ടതിനാൽ പ്രഭാതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിട്ടായിരിക്കും എഴുന്നേൽക്കുക. അപ്പോൾ അവിടുന്ന് കുളിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കും. ബുഖാരി 423 മുസ്ലിം 75 1180 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും നിവേദനം, സ്വപ്നസ്ഖലനം കാരണമല്ലാതെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായി നേരം പുലരാറുണ്ട്. എന്നിട്ട് അവിടുന്ന് നോമ്പനുഷ്ഠിക്കാറുമുണ്ടായിരുന്നു. ബുഖാരി 433 134 മുസ്ലിം 80 1180 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നോമ്പുകാരനാണെന്ന് കാര്യം മറന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. ശരീരത്തിലെ ദോരങ്ങളിലൂടെ വല്ലതും അകത്തേക്കെത്തിയാൽ നോമ്പ് മുറിയും. അതിനാൽ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി ചീറ്റലും വായിൽ വെള്ളം നിറയ്ക്കലും സൂക്ഷിച്ചു വേണം. ജലാശയങ്ങളിൽ ഇറങ്ങിയിരിക്കുകയോ നടക്കുകയോ നീന്തുകയോ മുങ്ങിക്കുളിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയാനിടയുണ്ട്. സുബഹിക്ക് മുമ്പ് വലിയ അശുദ്ധി ഉണ്ടായാൽ നോമ്പുകാരനാവാൻ കുളി നിർബന്ധമില്ല. ഉടനെ കുളിക്കൽ സുന്നത്താണ്. നിസ്കരിക്കാൻ കുളി നിർബന്ധവുമാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക. ചില ആളുകളൊക്കെ ഉണ്ട് നോമ്പുകാലത്ത് ഭാര്യയുമായി ബന്ധപ്പെടാതെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നോമ്പുകാലത്ത് രാത്രിയിൽ ബന്ധപ്പെടുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത്താഴത്തിന് മുമ്പ് കുളിക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ സുബഹിക്ക് മുമ്പ് കുളിക്കൽ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴുമൊക്കെ വളരെയേറെ പുണ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുബഹിക്ക് മുമ്പ് തന്നെ കുളിച്ച് നമ്മൾ നമസ്കരിക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും അതുപോലെ തന്നെ സുബഹി നമസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നോമ്പുകാലത്തും അല്ലാത്തപ്പോഴും വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പുകാലത്ത് ഭാര്യയുമായി ബന്ധപ്പെടുന്നതിനോ ജനാബത്തുണ്ടാകുന്നത് യാതൊരു തടസ്സവുമില്ല. പല ആളുകൾക്കും അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. നോമ്പുകാലത്ത് രാത്രിയിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അത്താഴത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കണം, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നോമ്പ് സാധുവാകില്ല എന്ന ഒരു ചിന്താഗതി പല ആളുകളും വെച്ച് പുലർത്താറുണ്ട്. എന്നാൽ അത്തരമൊരു നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ നോമ്പുകാരനാണെങ്കിലും അല്ലെങ്കിലും ജനാബത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമ്പിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം തഹജ്ജുദ് നമസ്കരിക്കാനുള്ളതാണ് നമുക്ക്, അല്ലെങ്കിൽ സുബഹി നമസ്കരിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ടും സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ കുളിച്ച് ശുദ്ധി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ രാവിലെ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ നോമ്പുകാലത്തും അല്ലാത്തപ്പോഴും കുളിക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ സുബഹി നമസ്കരിക്കാൻ വേണ്ടി കുളിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് അതുപോലത്തെ ഒരു നിയമമേ ഇസ്ലാമിലുള്ളൂ. അല്ലാതെ നോമ്പുകാരനാണ് എന്നതിൻ്റെ പേരിൽ പ്രത്യേകം കുളിക്കേണ്ട ആവശ്യമൊന്നും ഇസ്ലാമിലില്ല എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിന്റെ ദിനരാത്രങ്ങളൊക്കെ ധന്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വരാനിരിക്കുന്ന എല്ലാ റമദാൻ മാസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ നമുക്ക് വ്യക്തമായ രീതിയിൽ നോമ്പനുഷ്ഠിക്കാനും പൂർണ്ണമായ രീതിയിൽ നോമ്പനുഷ്ഠിക്കാനും
അത് പൂർണ്ണമായ രീതിയിൽ തന്നെ കൊണ്ട് നടക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കേട്ടതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.